16ാമത് കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി സഖാവ് പിണറായി വിജയൻ തന്നെ വരുമെന്നാണ് എന്റെ നിഗമനം. അതിന് പല കാരണങ്ങളുമുണ്ട്. CPM-ന്റെ 2025 നടന്ന മധുര പാർട്ടി കോൺഗ്രസിൽ 75 വയസ്സ് തികഞ്ഞ നേതാക്കളെ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിപ്പിക്കേണ്ടതില്ല എന്നാണ് പാർട്ടി നിലപാട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ വിവേചനമില്ലാതെ നടപ്പിലാക്കി വരുന്ന ഈ നയം വ്യതിചലിച്ചാണ് 2026 സഖാവ് പിണറായി വിജയന് കേരള നിയമസഭയിൽ ജനവിധി തേടാൻ അവസരം കൊടുത്തത്. ഇതിനർത്ഥം കേരളത്തിൽ അദ്ദേഹത്തിനോളം കഴിവുള്ള വേറെ നേതാക്കളില്ല എന്ന പാർട്ടി തോന്നലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ മുഖമായ സഖാവ് പിണറായി വിജയൻ പാർട്ടിയെ വറുതിയിലാക്കി വീണ്ടും കേരളത്തിൽ മുഖ്യമന്ത്രിയാകാമെന്ന് വിചാരിച്ചു. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ ഈ ഏകാധിപതിയെ തിരസ്കരിച്ചു. ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കാനും മുഖ്യമന്ത്രിയാകാനും പാർട്ടി തീരുമാനിച്ച സഖാവ് പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി വരേണ്ടത് ധാർമ്മികതയ്ക്ക് ചേർന്ന നടപടിയാണ്. 17 വർഷം പാർട്ടി സെക്രട്ടറിയായും 10 വർഷം മുഖ്യമന്ത്രിയായിരിക്കുകയും ചെയ്യുന്നത് പോലെയല്ല ഒരു പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ചെയ്യേണ്ടി വരുന്ന കർത്തവ്യങ്ങൾ. 2011 സഖാവ് VS അച്യുതാനന്ദൻ തന്റെ 88ാം വയസ്സിലും പ്രതിപക്ഷ നേതാവായി ശോഭിച്ചിരുന്നു. സഖാവ് പിണറായി വിജയന് പ്രതിപക്ഷ നേതാവാകുമ്പോൾ പ്രായം ഒരു തടസ്സമാകുന്നു എങ്കിൽ എന്തേ പാർട്ടി അത് നേരത്തെ അറിഞ്ഞില്ല? മുഖ്യമന്ത്രിയാകാം, പക്ഷേ പ്രതിപക്ഷ നേതാവാകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാടെങ്കിൽ രാജിവെക്കുകയാണ് നല്ലത് എന്ന പൊതുസമൂഹത്തിന്റെ നിലപാടിനോടൊപ്പമാണ് ഞാനും.